നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. തലശ്ശേരി മണ്ഡലം UDF സ്ഥാനാർത്ഥി KP സാജുവിന്റെ വിജയത്തിനായുള്ള UDF പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് KS സൈനുൽ ആബിദ് പ്രകാശന കർമ്മം നിർവഹിച്ചു. തലശ്ശേരി മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് UDF പ്രകടന പത്രിക പുറത്തിറക്കി. അടിസ്ഥാന സൗകര്യ വികസനം മുതൽ ടൂറിസം, തൊഴിൽ, ആരോഗ്യരംഗം തുടങ്ങിയ വിവിധ മേഖലകളിൽ വലിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. തലശ്ശേരി മാറും, വികസനം ഉറപ്പ് എന്ന മുദ്രാവാക്യത്തോടെയാണ് പദ്ധതികൾ അവതരിപ്പിച്ചത്. കേട്ടപ്പോ ടൗണിന്റെ ഫിഷ് മാർക്കറ്റിന്റെയും മറ്റു വികസനത്തിന്റെയും ആ ആവശ്യമാണ് കൂടുതലും പറഞ്ഞത്. സത്യത്തിൽ നമ്മളോടൊക്കെ എങ്ങോട്ടോ ചലിച്ചു പോയി ലോകം. ഇതൊക്കെ എന്നോ മാറി മാറി വന്ന സർക്കാരുകളും മുനിസിപ്പാലിറ്റിയും ലോക്കൽ അഡ്മിനിസ്ട്രേഷനും അല്ലെങ്കിൽ NGOs ഒക്കെ ചേർന്ന് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ടൗണിന്റെ വികസനം. ഇവിടെ ഇപ്പം എന്തോ നിർഭാഗ്യം കൊണ്ടാണ്. തലശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷം ജനങ്ങൾ ജീവിക്കുന്നത്. എവിടെ പോയാലും തലശ്ശേരിക്കാരായിട്ടാണ് ജീവിക്കുന്നത്. തലശ്ശേരിന്റെ പൈതൃകം, തലശ്ശേരിന്റെ സന്തോഷം, തലശ്ശേരിന്റെ സർക്കസ്, ഭക്ഷണം, കേക്ക്, ഗുണ്ടർട്ട്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത്രക്ക് മഹത്തരമായ സന്തോഷം നൽകുന്ന, ഇപ്പൊ എല്ലാവരും ഇപ്പൊ കണ്ണൂരിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും ഈ ഭാഗത്തുള്ള കരിയാട് കടഞ്ഞ് ഇങ്ങോട്ട് മൊത്തം ആളുകൾ നമ്മൾ തലശ്ശേരി എന്നാണ് പറയാ. എന്തുകൊണ്ട് തലശ്ശേരി വികസിച്ചില്ല? ഇപ്പോ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും അന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു കാലഘട്ടത്തെ കുറിച്ച് സ്വപ്നമോ ഒരു കൺസ്ട്രക്റ്റീവ് ചിന്തയോ ഒരു നാട് വികസിക്കണമെന്നോ അല്ലെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനം വേണമെന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഗതാഗത മേഖലയിലാണ് പ്രധാന ശ്രദ്ധ. നഗരത്തിനുള്ളിൽ ട്രാഫിക് സ്മാർട്ട് സംവിധാനം, റിംഗ് റോഡ്, ഓവർഫ്ലൈ, അണ്ടർപാസ് എന്നിവയിലൂടെ ട്രാഫിക് നിരക്ക് 50% കുറക്കാനാണ് ലക്ഷ്യമിടുന്നത്. കൂടാതെ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനവും നടപ്പിലാക്കും. തലശ്ശേരി മാർക്കറ്റിനെ ആധുനിക വാണിജ്യ കേന്ദ്രമായി വികസിപ്പിക്കും. ടൂറിസം മേഖലയ്ക്ക് വലിയ രീതിയിൽ പ്രാധാന്യം നൽകി ക്രൂയിസ് ഹാർബർ, ഹെറിറ്റേജ് സർക്യൂട്ട്, നൈറ്റ് ടൂറിസം, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ തുടങ്ങിയ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തലശ്ശേരി കോട്ടയെ കേന്ദ്രീകരിച്ച് ടൂറിസം ഹബ്ബ് രൂപീകരിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. തലശ്ശേരിയിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പ്രകടന പത്രിക പുറത്തിറക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് സൈനുൽ ആബിദീൻ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. KPCC മെമ്പർ സജീവ് മാറോളി ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് KA ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. MP അരവിന്ദാക്ഷൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. AICC നിരീക്ഷകൻ സച്ചിൻ നായിക്ക്, N മഹമ്മൂദ്, സ്ഥാനാർത്ഥി KP സാജു, AK അബൂട്ടി ഹാജി, അഡ്വക്കേറ്റ് ഷുഹൈബ് എന്നിവർ പങ്കെടുത്തു. തലശ്ശേരിക്ക് വേണ്ടി കുറെ കാലമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ വിധത്തിൽ തലശ്ശേരിയെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ആളുകളുമായി ചില കൂടിക്കാഴ്ചകൾ നടത്തുകയും അവരുടെ അഭിപ്രായത്തിൽ എന്താണ് തലശ്ശേരി നന്നായിട്ട് എന്നോട് സഹകരിച്ചവരൊക്കെ തന്നെ അതിൻ്റെതായ ചില രേഖകൾ തരികയും അതിനനുസരിച്ചാണ് ഞാൻ തലശ്ശേരിയെ എന്താണ് എന്ന് എൻ്റെ മനസ്സിൽ മൊത്തത്തിൽ എനിക്കതിനെ കുറിച്ച് പൂർണ്ണമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അപ്പോൾ തലശ്ശേരിയെ കുറിച്ച് കൃത്യമായൊരു ധാരണയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ചരിത്ര പാരമ്പര്യമുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമായിട്ടും നിർഭാഗ്യവശാൽ, എന്താണ് കാരണമെന്നറിയില്ല, നിർഭാഗ്യവശാൽ അത്തരം സാധ്യതകളൊന്നും തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോയ അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് തലശ്ശേരി. അത് ചരിത്രം ഒരുപക്ഷെ നമ്മളെ കാണിച്ചു തരികയാണ്. നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ എന്തുകൊണ്ട് തലശ്ശേരി മുനിസിപ്പാലിറ്റി കേരളത്തിലെ രണ്ടാമതായി രൂപം കൊണ്ട മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ തലശ്ശേരിക്ക് അന്നുണ്ടായിരുന്നൊരു പ്രാധാന്യമാണ് സൂചിപ്പിക്കുന്നത്.
സമഗ്ര ന്യൂസ് തലശ്ശേരി.